രാഖി കൊണ്ടുള്ളൊരു നൂഡിൽസാണ്. മോൾ എന്തെങ്കിലും ഉണ്ടാക്കി തരും ഉമ്മി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. 1 കപ്പ് രാഖി പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുത്താറി എന്നും പറയും കേട്ടോ ഇതിന്. രാഖിയുടെ അതേ അളവിൽ വെള്ളം എടുക്കുക. 1 കപ്പ് വെള്ളം തന്നെ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ പൊടി കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് എല്ലായിടത്തേക്കും മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ സമയത്ത് നൂഡിൽസിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് അരിയാം. ക്യാബേജ്, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഞാൻ കുറച്ച് പയർ എടുത്തിട്ടുണ്ട്, ഒരു കോഴിമുട്ടയും ക്യാരറ്റും ബീൻസൊക്കെ ചേർക്കാം. നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറി എടുക്കാം. നൂൽപുട്ടിൻ്റെ അച്ചിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാവൊക്കെ ഒന്ന് കുറച്ച് ചൂടാറി വരുമ്പോൾ അതൊന്ന് ചെറുതായി കുഴയ്ക്കുക. ഒരുപാട് കുഴയ്ക്കൊന്നും വേണ്ട. ഈ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള പാകത്തിലേക്ക് ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലും ഒഴിച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചിന്ന് ഈ രാഖി നൂഡിൽസ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഇതിലേക്കാക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു കയ്യിൽ ക്യാമറ ആക്കുന്നതുകൊണ്ട് കറക്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇതിൽ കംപ്ലീറ്റ് ഉള്ളതും നമ്മൾ ഈ വെള്ളത്തിലേക്കാക്കി എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചാൽ മതി. ഒരുപാട് ഇളക്കമൊന്നും ചെയ്യരുത് കേട്ടോ, പൊടിഞ്ഞൊക്കെ പോകാൻ മതി. അപ്പോൾ അത് 2 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിതൊരു സ്ട്രെയിനറിലോട്ട് ഇട്ടിട്ട് അരിച്ചു കൊടുക്കുകയാണ്. പുകയെല്ലാം വന്നിട്ട് ക്യാമറ മൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെക്കരുത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, തണുത്ത നോർമൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മളിതൊന്നും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം വെന്താകെ കുഴഞ്ഞു പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒന്നും കൂടി അത് സ്ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സാധാ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ സവാളയും ഒക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം വെളുത്തുള്ളിയൊന്ന് വഴറ്റിയിട്ട് സവാളയും ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നൂഡിൽസിലും കുറച്ച് ഉപ്പിട്ടത് കൊണ്ട് അതിനനുസരിച്ച് വേണം ഇടാൻ. പിന്നെ കുറച്ച് പച്ചമുളകും, ഞാനിപ്പോൾ പയറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ബീൻസ് ആണെങ്കിൽ ബീൻസൊക്കെ ഇടാം കേട്ടോ. ഞാൻ എൻ്റെ അടുത്തുള്ള പച്ചക്കറി ഇട്ടതാണ്. പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതിന് മേലെ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കരുത്. അപ്പം നമുക്കതിൽ കടിക്കാനായിട്ട് കിട്ടില്ല. മെല്ലെ മെല്ലെ കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം കുറച്ച് ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സോയാ സോസ് കേട്ടോ. ക്യാബേജ് അവസാനം ഇടാൻ കാരണം അത് വല്ലാതെ വെന്ത് കുഴയാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടൊമാറ്റോ സോസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ മതി, 2-3 ടേബിൾ സ്പൂൺ. എന്നിട്ട് അതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പക്ഷേ ഇത് രാഖി തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ വലിയ ലുക്ക് ഉണ്ടാവില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എമ്മോക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഹെൽത്തിയാണ്. ഇതുപോലെ നിങ്ങൾ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ നൂഡിൽസും ഉണ്ടാക്കട്ടോ. വൈകുന്നേരം എമ്മോൾ എന്തെങ്കിലും ഉണ്ടാക്കി തരും ഉമ്മയെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ കേട്ടോ. എമ്മോക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. How is it, Emma?